എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തിരിച്ച് വീണ്ടും ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് നമ്മുടെ വയറ് എന്ന് പറയുന്നത് അല്ലേ. വയറിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡ്രിങ്ക്സും ഒക്കെ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. ഇന്ന് കാണിച്ച ഡ്രിങ്ക് അല്ല, അതൊരു എന്ന് പറയുന്നത് നിങ്ങൾ ഭക്ഷണത്തിന് മുമ്പോ അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിലോ കഴിക്കേണ്ട രീതിയിലുള്ള ഒരു എന്താ പറയുക മിക്സാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൃത്യമായിട്ട് നിങ്ങൾ ഒരാഴ്ച ഇത് ശീലിക്കുവാണെങ്കിൽ, കറക്റ്റായിട്ട് മറന്നു പോവാതെ ഞാൻ പറയുന്നത് പോലെ ഒരാഴ്ച ഇത് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നല്ല മാറ്റവും ഉണ്ടാകും. വയറ് പെട്ടെന്ന് ഒരടിയായിട്ട് കുറയും എന്നല്ല, പക്ഷേ ഇഞ്ചസ് വളരെ പെട്ടെന്ന് കുറയാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റ് റെഡ്യൂസ് ആകാൻ വേണ്ടിയിട്ടും സഹായിക്കും. ചിലരെ കണ്ടിട്ടില്ല, എന്തൊക്കെ ചെയ്താലും വയറ് കുറയില്ല, എന്തൊക്കെ ചെയ്താലും വെയിറ്റ് കുറയില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രോബ്ലംസ് ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സഹായിക്കും നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക്, ഈ ഒരു മിക്സ് നിങ്ങൾ കഴിക്കുവാണെങ്കിൽ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം ഞാനിത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നു, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. റെഗുലറായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് പലരിലും എത്താനായിട്ട് ഒരുപാട് താമസിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരാം. ഇപ്പം നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില നല്ലപോലെ അരച്ച് ഒരു സ്പൂൺ ജ്യൂസ് വരുന്ന അളവിന് അരച്ചെടുക്കാം. അത് നമുക്ക് അരച്ച് ജ്യൂസാക്കി എടുക്കാം. നമുക്ക് ഇങ്ങനെ അരച്ച് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അരച്ച് ജ്യൂസാക്കി അല്ല എടുക്കുന്നത്, ഇത് മൊത്തം അരച്ച് നല്ലപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കുറച്ചും കൂടെ ഗുണം കിട്ടും. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ഒരു ചെറിയ ഉള്ളിയാണ് വേണ്ടത്, ഒരെണ്ണം മതി. ഇതിൻ്റെയും ജ്യൂസാണ് വേണ്ടത്, പക്ഷേ ഞാൻ ഇതും ജ്യൂസല്ല, അരച്ച് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ജ്യൂസായിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ജ്യൂസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണം കൂടുതലാണ്. പിന്നെ വേണ്ടത് ഒരു ലെമൺ ഫുൾ ജ്യൂസും വേണം, ഒരു ലെമണിൻ്റെ ഫുൾ ജ്യൂസും. പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ഹണിയും. ആദ്യം നമുക്ക് മുരിങ്ങയിലയും ഉള്ളിയും ലെമൺ ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് ലെമണും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു ബൗളിലാക്കി എടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഇത് അരച്ച്, ഞാനിത് ജ്യൂസാക്കി അല്ല എടുത്തേക്കുന്നത്, ഞാൻ അങ്ങനെ തന്നെ അരച്ച് എടുത്തേക്കും കേട്ടോ ചെയ്തേക്കുന്നത്. അതിനകത്തേക്ക് ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് കഴിക്കാനായിട്ട്. നിങ്ങൾ ഇത് ഒരാഴ്ച കണ്ടിന്യൂസ് കഴിക്കുമ്പോൾ തന്നെ വയറിൻ്റെ ഇഞ്ചസ് കുറയുന്നതായിട്ട് അറിയാനായിട്ട് പറ്റും. ഡെയിലി ഒരു 5000 to 10,000 സ്റ്റെപ്സ് എങ്കിലും നമ്മൾ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. നടക്കുന്നത് ഭയങ്കര നല്ലതാണ് നമുക്ക് വയറൊക്കെ പെട്ടെന്ന് കുറയാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ കഴിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നുകിൽ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. ചിലർക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ, അത് രാവിലെയൊക്കെയല്ലേ നമ്മൾ കഴിക്കുന്നത്, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ അരച്ചെടുക്കാം. കാരണം അരച്ചെടുക്കുമ്പോഴത്തേക്ക് ആ പച്ചലയുടെ ഗുണം കൂടെ നമുക്ക് അകത്ത് പോവുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു വെയിറ്റ് ലോസ് നടക്കും. പിന്നെ നമ്മുടെ മുടിക്കുമൊക്കെ ഭയങ്കര നല്ലതാണ് ഇതുപോലെ പച്ചലകളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കേണ്ടത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കഴിക്കാം. ഒന്നുകിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാം. എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം കഴിക്കാൻ. എഴുന്നേറ്റ ഉടനെ ഡയറക്റ്റായിട്ട് ഇതെടുത്ത് നിങ്ങൾ കഴിക്കേണ്ട. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അതിനുശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് കഴിക്കാം. കഴിച്ചതിന് ശേഷം ഒരു 5000 സ്റ്റെപ്സ് എങ്കിലും, അതായത് 5000 സ്റ്റെപ്സ് എങ്കിലും ദിവസവും നടക്കാനായിട്ട് ശ്രമിക്കുക. മിനിമം 1000 സ്റ്റെപ്സ് എങ്കിലും ദിവസവും നടക്കുക. ഇത് കഴിച്ച ഉടനെ തന്നെ നിങ്ങൾ പോയൊന്ന് നടന്നിട്ടൊക്കെ വരിക കേട്ടോ. നടന്നിട്ട് വന്നിട്ട് നിങ്ങൾ ആസ് യൂഷ്വൽ ഫുഡ് കഴിക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് രാവിലെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ബിഫോർ ലഞ്ച്, നമ്മൾ ലഞ്ച് കഴിക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് ഇത് കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാം. ഇതിലേതെങ്കിലും ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റുന്നത്. പക്ഷെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യണം. ഇടയ്ക്കിടയ്ക്കല്ല, ദിവസവും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ദിവസവും ഒരു മാസത്തോളം കൃത്യമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക് ആ ഒരു വെയിറ്റ് ലോസ് നടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കൊക്കെ കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അത്രയ്ക്കും ഹെവി ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കാർഡിയോയും ആപ്സും ഒക്കെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആപ്സ് കുറച്ച് വെയിറ്റ് ലോസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലുള്ളൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക്സോ വെയിറ്റ് ലോസ് മിക്സ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഈസി വെയിറ്റ് ലോസ് നടക്കാനായിട്ട് സഹായിക്കും. അറ്റ്ലീസ്റ്റ് നടക്കുന്നതെങ്കിലും ജീവിതത്തിലൊരു ശീലമാക്കി മാറ്റും. കാരണം പലർക്കും മടിയാണ് നടക്കാനായിട്ട്.
കഴിക്കാനൊക്കെ അല്ലേ. അപ്പോൾ ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ നല്ല ഫുഡ് കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഫുഡ് കഴിക്കുക, അതിനോടൊപ്പം തന്നെ നല്ല എക്സർസൈസ് ചെയ്യുക, ഇതുപോലുള്ള നല്ല വെയിറ്റ് ലോസ് ഡ്രിങ്ക്സും ടിപ്സും ഒക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.